സോ യാ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നൊരു അൺബോക്സിംഗ് ആണ്. ഇന്ന് മോട്ടോ G35 5G ആ ഫോണിൻ്റെ അൺബോക്സിംഗ് ആണ്. ഇത് ഇറങ്ങിയിട്ട് ആക്ച്വലി ഒരു വർഷത്തോളം ഐഫോൺ. ഞാനിപ്പം പാരൻസിന് വേണ്ടി എടുത്താണ് ഇപ്പം. യാ അപ്പോൾ നമുക്ക് കാണാം, ഇതൊരു 50 MB ക്വാഡ് പിക്സൽ ക്യാമറ, അൾട്രാ വൈഡ് ക്യാമറ ഉണ്ട്, 2 ക്യാമറ ഉണ്ട്, ദെൻ ഫുൾ HD ഡിസ്പ്ലേ ഉണ്ട്, സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്. പിന്നെ നമ്മളുടെ ഇതാണ് നമ്മളുടെ ബോക്സ് വരുന്നത്. ഇതിനകത്ത് ഇത് ആക്ച്വലി ഞാൻ അൺബോക്സ് ചെയ്ത് അതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്, അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡിവൈസ് ആക്ച്വലി വരുന്ന ഇതാണ്. ഇത് ഒരു ബ്ലാക്ക് കളറാണ് വിത്ത് ഇതിൻ്റെ ഒപ്പം മറ്റേ ട്രാൻസ്പാരൻറ്റ് കേസ് വരുന്നുണ്ട്. ഫോൺ ആസ് ഇറ്റ് ഈസ് ഇതൊരു ബഡ്ജറ്റ് റേഞ്ചിൽ നല്ല രസമാണ് കാണാനായിട്ട്. നല്ല അത്യാവശ്യം സ്പെക്ക് ഉണ്ട്. പിന്നെ 50 MB ക്വാഡ് പിക്സൽ ക്യാമറാസ്, 2 ക്യാമറാസ് വരുന്നുണ്ട്. ഞാൻ ഇനീഷ്യൽ സെറ്റപ്പ് എല്ലാം ചെയ്ത് ജസ്റ്റ് വാൾപേപ്പറും കാര്യങ്ങളെല്ലാം ഇട്ടു. ഇത് ആക്ച്വലി കൊള്ളാം. സോ ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ എന്തായാലും പോസ്റ്റ് ചെയ്യാം. ഇതിപ്പോൾ ജസ്റ്റ് ഒരു വാക്ക് അറൗണ്ട് അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്നുള്ളൊരു രീതിയിൽ മാത്രമേ ഈ ഒരു വീഡിയോ കണ്ടാൽ മതി. അത്യാവശ്യം കൊള്ളാം. ക്യാമറ ആണെങ്കിലും ഫ്രണ്ട് ക്യാമറ ആണെങ്കിലും ബാക്ക് ക്യാമറ ആണെങ്കിലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് 10,500 ആണ്. ഈ ഫോൺ ആക്ച്വലി അത്യാവശ്യം ഈ ബഡ്ജറ്റ് റേഞ്ചിൽ നല്ലൊരു ഫോണാണ്. 10,500 ആണ് എനിക്ക് ഷോപ്പിലായത്. ഇത് 9,999 ഇതിന് ആമസോണിലെ പ്രൈസ് കണ്ടത്. 4GB 64GB വേരിയൻറ്റ്, 4GB 128 ആണെന്ന് തോന്നുന്നു. ആക്ച്വലി 4GB 128GB ആണ്. പിന്നെ ഇതിൻ്റെ അല്ലാതെ തന്നെ 6GB 128GB ഉണ്ട്. ഞാൻ പിന്നെ എൻ്റെ പാരൻസിന് വേണ്ടി മാത്രം ആയതുകൊണ്ടിട്ട് അവർക്ക് ഇത് തന്നെ ധാരാളമാണ്. സോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വേരിയൻ്റ് എടുത്തത്. ഇത് ഫസ്റ്റ് ഇംപ്രഷൻ എനിക്ക് ആക്ച്വലി നല്ല ഓക്കെയാണ്, നല്ല ഫോണാണ്. പിന്നെ നമുക്കിത് എന്തായാലും യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും എനിക്കിതിൻ്റെ ഓരോരോ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി. എന്തൊക്കെ പറഞ്ഞാൽ ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ഇത് എന്താണേലും വെർത്തായിരിക്കും. ഇപ്പം നമുക്കിത് ഇനീഷ്യൽ എല്ലാ സെറ്റപ്പും കഴിഞ്ഞപ്പോഴത്തേക്കും ഇനീഷ്യൽ ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ അപ്ഡേറ്റ് ഒന്ന് ചെയ്ത് നോക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ബോക്സിൽ എന്തൊക്കെ വരുന്നുണ്ടെന്ന് നോക്കാം. ആസ് ഇറ്റ് ഈസ് നമ്മളുടെ ഫോൺ വരുന്നുണ്ട്, മോട്ടോ G34 വരുന്നുണ്ട്, പ്രിൻ്റ് ട്രാൻസ്പെറൻറ്റ് കേസ് വരുന്നുണ്ട്, ദെൻ അതിൻ്റെ യൂസർ മാനുവൽസ് എല്ലാം വരുന്നുണ്ട്. മെയിൻ തിങ് അഡാപ്റ്റർ വരുന്നുണ്ട്. ചിലരെ പോലെ അഡാപ്റ്റർ ഒന്നും കൊടുക്കാതിരിക്കുന്നില്ല മോട്ടോ. അഡാപ്റ്റർ വിത്ത് അതിൻ്റെ കേബിളും USB A to USB-C കേബിളും വരുന്നുണ്ട്. ഇത്രയാണ് നമ്മുടെ ബോക്സിൽ വരുന്നത്. പിന്നെ ഒരു സിം ഇജക്ടറും ഉണ്ടാവും. സിം ഇജക്ടർ ടൂൾ ഇല്ല ഗൈസ്, ബാക്കിയെല്ലാം ഉണ്ട്. കുഴപ്പമില്ല, സിം ഇജക്ടർ നമുക്ക് പിന്നെ വെച്ചാണെങ്കിലും കുത്തിയെടുക്കാം. ബാക്കിയെല്ലാം ഉണ്ട്. മെയിൻ തിങ് നമുക്ക് ചാർജർ വരുന്നുണ്ട്. ഇപ്പം ഞാൻ സാംസങ്ങിൻ്റെ ഒക്കെ ചോദിച്ചപ്പോഴത്തേക്കും സാംസങ്ങിന് അഡീഷണൽ ചാർജറും കൂടി നമ്മൾ സെപ്പറേറ്റ് വാങ്ങിക്കണം. അതിന് 2,000 rupees ആകുമെന്ന് പറഞ്ഞു. സോ അതിനെക്കാട്ടിലും എന്തുകൊണ്ടും ബെറ്റർ നമുക്കിതാണ്. ഞാൻ ആക്ച്വലി ഇവിടെ വീട്ടുകാർക്ക് പറയാനുള്ളൊരു സർപ്രൈസ് ആയിട്ട് കൊണ്ടുവന്നതാണ്. ഇവിടെ അവരാരും അറിഞ്ഞിട്ടില്ല. ഇപ്പോഴും ആക്ച്വലി ഇവിടെ ആരും ഇല്ല. അപ്പം എല്ലാവരും വരുന്നേ ഉള്ളൂ. സോ ആരും കണ്ടിട്ടില്ല. അപ്പം വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ വീഡിയോ എല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നത് മാത്രം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ വരുന്നത്. അത്യാവശ്യം റിഫ്രഷ് റേറ്റ് ഉണ്ട്. ഭയങ്കര 90 Hz റിഫ്രഷ് റേറ്റ് അങ്ങനെയൊന്നും പറയുന്നില്ല. അത്യാവശ്യം ഇതിൻ്റെ റിഫ്രഷ് റേറ്റ് എത്രയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല, ഞാൻ നോക്കിയില്ലായിരുന്നു. ഞാൻ ഈ ഫോൺ ആക്ച്വലി ഇതിൻ്റെ ബാക്കി സ്പെക്കും പ്രൊസറും മാത്രമൊക്കെ കണ്ടിട്ടാണ്. ഡിസ്പ്ലേ ഒക്കെ ആണെങ്കിലും ആക്ച്വലി നല്ലതാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഡിസ്പ്ലേ എല്ലാം. പിന്നെ ഇതിൽ നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസ് ഞാൻ ഇതിൻ്റെ ഒപ്പം അറ്റാച്ച് ചെയ്യാം. ബാക്ക് ക്യാമറയും ഫ്രണ്ട് ക്യാമറയുടെയും കുറച്ച് ഫോട്ടോസും കൂടി ഞാൻ ഇതിൻ്റെ ഒപ്പം അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഈ ഒരു കുഞ്ഞൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കീപ്പ് ഇൻ ടച്ച്. ഓക്കെ, ബൈ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ എന്തായാലും ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. കീപ്പ് ഇൻ ടച്ച്. ഓക്കെ, ബൈ.